മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. അറസ്റ്റ് ഒഴിവാക്കാൻ തിരക്കിട്ട നീക്കങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് തിരുവനന്തപുരത്തെത്തി അഭിഭാഷകന് നേരിട്ട് വക്കാലത്ത് ഒപ്പിട്ട് നൽകി രാഹുൽ. ജാമ്യാപേക്ഷയിൽ യുവതിക്കെതിരെ കൂടുതൽ രേഖകൾ. ഗർഭചിത്രം പരാതിക്കാരിയുടെ ഇഷ്ടപ്രകാരമെന്നും ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന സമയങ്ങളിൽ യുവതി ഭർത്താവിനൊപ്പമാണ് താമസിച്ചിരുന്നതെന്നും രാഹുൽ. അശാസ്ത്രീയ രീതിയിൽ മരുന്ന് കഴിച്ചതിന്റെ രേഖകൾ കൈമാറി യുവതി. രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി ബുധനാഴ്ച പരിഗണിക്കും. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല MLA അന്തരിച്ചു. ക്യാൻസർ ബാധിതയായി ചികിത്സയിലായിരുന്നു. അന്ത്യം കോഴിക്കോട്ടെ ആശുപത്രിയിൽ. അതിതീവ്ര സൗരവികിരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് DGCAയുടെ കർശന നിർദ്ദേശം. അടിയന്തര പരിശോധന നടത്തണം. പരിശോധന കഴിയും വരെ വിമാനങ്ങൾ പറത്തരുത്. രാജ്യത്തെ 300ഓളം സർവീസുകളെ ബാധിക്കും. കുവൈറ്റ് എയർവൈസിന്റെ A320 മോഡൽ വിമാന സർവീസുകൾ വൈകാൻ സാധ്യതയെന്ന് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ. റിയാദ് ജയിലിൽ 19 വർഷമായി മോചനം കാത്തുകഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന് ആശ്വാസം. കേസ് ഫയൽ ഗവർണറേറ്റിൽ നിന്ന് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലേക്ക് നീങ്ങിയതായി വിവരം. വിധിപ്രകാരം ശിക്ഷ പൂർത്തിയാകുന്നത് അടുത്ത വർഷം മെയ് 20-ന്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക് അടുക്കുന്നു. തീരദേശവാസികൾക്ക് അതിജാഗ്രതാ മുന്നറിയിപ്പ്. തീരപ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗം കൂടി. നിരവധി വിമാന സർവീസുകളും റദ്ദു ചെയ്തു. 4 ജില്ലകളിൽ റെഡ് അലർട്ട്. ചെന്നൈ ഉൾപ്പെടെ 14 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരളത്തിൽ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. മത്സരം റാഞ്ചിയിൽ. KL രാഹുൽ നയിക്കുന്ന പരമ്പരയിൽ 3 മത്സരങ്ങൾ. ഇന്ത്യക്കെതിരെ ടെസ്റ്റ് പരമ്പര നേടിയ ആത്മവിശ്വാസത്തിൽ ദക്ഷിണാഫ്രിക്ക. വിശദമായ വാർത്തകളിലേക്ക്. അറസ്റ്റ് ഒഴിവാക്കാനും മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനുമായി തിരക്കിട്ട നീക്കവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. തിരുവനന്തപുരത്തെത്തി അഭിഭാഷകർ നേരിട്ട് വക്കാലത്ത് ഒപ്പിട്ട് നൽകി. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസങ്ങളിൽ യുവതി ഭർത്താവിനൊപ്പമായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെയാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം രാഹുൽ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അശാസ്ത്രീയ രീതിയിൽ മരുന്ന് കഴിച്ചതിനാൽ ചികിത്സ തേടിയതിന്റെ രേഖകൾ ഉൾപ്പെടെയാണ് യുവതി കൈമാറിയിരിക്കുന്നത്. ആദ്യ വിവാഹബന്ധം 1 മാസത്തെ താഴെ മാത്രമായിരുന്നു എന്നതിന്റെ തെളിവും യുവതി നൽകിയിട്ടുണ്ട്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉണ്ടാകുമോ, കേരളം വിട്ടിട്ടുണ്ടാകുമോ തുടങ്ങിയ സംശയങ്ങളിൽ അന്വേഷണ സംഘം നീങ്ങുമ്പോഴാണ് തലസ്ഥാനത്ത് വഞ്ചിയൂർ കോടതി പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്ന കണ്ടെത്തൽ വരുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ വഞ്ചിയൂരിലെ ഓഫീസിലെത്തിയാണ് അഭിഭാഷകനെ നേരിട്ട് കണ്ട് വക്കാലത്ത് ഒപ്പിട്ട് നൽകിയത്. യുവതിക്കെതിരായ ശക്തമായ തെളിവുകളും പെൻഡ്രൈവിലാക്കി രാഹുൽ അഭിഭാഷകൻ വഴി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ബുധനാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യം നിഷേധിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് രാഹുലിനെതിരെ യുവതി വെളിപ്പെടുത്തിയിട്ടുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു, നഗ്ന ചിത്രങ്ങൾ കാട്ടി വീണ്ടും പീഡിപ്പിച്ചു തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ യുവതി നിരത്തുമ്പോൾ അതിനെ തടയിടുന്ന തെളിവുകളാണ് രാഹുൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. യുവതി ഇങ്ങോട്ട് വന്ന് താനുമായി സൗഹൃദത്തിലാകുകയും ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും തെളിയിക്കുന്ന വാട്സാപ്പ് ചാറ്റുകളുടെ രേഖകൾ നൽകിയിട്ടുണ്ട്. ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം തനിക്കല്ലെന്നും പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസങ്ങളിൽ യുവതി ഭർത്താവും ഒന്നിച്ചുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഫോട്ടോകൾ ഉൾപ്പെടെ രാഹുൽ നൽകിയിട്ടുണ്ട്. യുവതി ഗർഭഛിദ്രത്തിന് ഗുളിക സ്വന്തം ഇഷ്ടപ്രകാരം കഴിച്ചുവെന്നതിന്റെ രേഖകളും നൽകിയിട്ടുണ്ട്. എന്നാൽ യുവതിയാകട്ടെ 2024 ഓഗസ്റ്റിലാണ് തന്റെ വിവാഹം നടന്നതെന്നും 1 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ വേർപിരിഞ്ഞുവെന്നും തുടർന്ന് 5 മാസങ്ങൾക്ക് ശേഷമാണ് രാഹുലുമായി ബന്ധം സ്ഥാപിക്കുന്നതെന്നും തെളിവുൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഗർഭഛിദ്രം നടത്തിയതുപോലും അശാസ്ത്രീയമാണെന്നും സുഹൃത്തു വഴി രാഹുൽ നിർബന്ധിച്ചു നൽകിയ ഗുളിക കഴിച്ച ശേഷം അമിതമായ രക്തസ്രാവമുണ്ടായി എന്നും തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമായി എന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയെ പരിശോധിച്ച ഡോക്ടറുടെയും ഇക്കാര്യം യുവതി ആദ്യമേ പങ്കുവച്ചിരുന്ന ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളുടെയും സാക്ഷിമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ബുധനാഴ്ച ഹർജി പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള തന്ത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
രാഹുൽ വിഷയത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും MLA സ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുലാണെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. രാഹുലും BJP അധ്യക്ഷനും തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയില്ല എന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. രാഹുലിന്റെ വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. MLA സ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുലാണെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ട് പാർട്ടിക്കാർക്ക് നിലപാടില്ല. MLA സ്ഥാനം തീരുമാനിക്കേണ്ട അദ്ദേഹം തന്നെയാണ്. കോൺഗ്രസിനെ തകർക്കാൻ CPM BJP ബാന്ധവം നിലനിൽക്കുന്നുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് രമേശ് ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു. കോൺഗ്രസിനെയും UDF-നെയും തകർക്കാൻ പണ്ട് മുതൽ തന്നെ BJP CPM അന്തർധാര വളരെ സജീവമാണ്. രാഹുൽ ചെയ്തത് മഹാതെറ്റാണ് എന്നതിൽ തർക്കമില്ലെന്നും തെറ്റുപറ്റിയെങ്കിലും രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ട എന്നാണ് പറഞ്ഞതെന്നും K സുധാകരൻ MPയും കൂട്ടിച്ചേർത്തു. രാഹുലിന്റെ തെറ്റ് ചെയ്തത് തെറ്റാണ്, മഹാതെറ്റാണ്, അതിൽ തർക്കമൊന്നുമില്ല. അത് രാഹുലിനോടുള്ള വ്യക്തിപരമായ താല്പര്യമല്ല. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഹനിക്കുന്നതിന് മുമ്പ് അതിന്റെ മുൻ എന്നാലോചിക്കുന്നത് നല്ലത്. രാഹുലിനെതിരായ നടപടികളിൽ തന്റെ വ്യക്തിപരമായ അടുപ്പം പാർട്ടിയെ സ്വാധീനിച്ചിട്ടില്ലെന്ന് ഷാഫി പറമ്പിൽ MPയും പ്രതികരിച്ചു. ഇവൻ എൻ്റെ വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ ഒന്നും പാർട്ടിയുടെ ഈ തീരുമാനങ്ങളെ വേറൊരു തരത്തിലും സ്വാധീനിച്ച ഒരു കാര്യമോ ഘടകമോ അല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ആരോപിച്ചു. ഇത് സ്വർണ്ണക്കള്ള, ശബരിമലയിൽ നടന്ന സ്വർണ്ണ മോഷണം, കോട്ട് ചെയ്യുന്ന നടപടി, ഇതിനെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് CPM സർക്കാർ ഈ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തത്. അതേസമയം രാഹുലും BJP അധ്യക്ഷനും തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയില്ലെന്നും ഒരു വ്യക്തിയെക്കുറിച്ച് നന്നായി അറിയുന്നവർക്കേ ഇങ്ങനെ പറയാൻ കഴിയൂവെന്നും മന്ത്രി V ശിവൻകുട്ടിയും കോഴിക്കോട് പറഞ്ഞു. മാന്യതയുണ്ടെങ്കിൽ MLA സ്ഥാനവും രാജിവെച്ച് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ അനുവദിക്കണമെന്നുള്ളതാണ് പറയാറുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ബലാത്സംഗ കേസ് പ്രതിയെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം എഡിറ്റോറിയൽ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടോടെയാണ് മുഖപത്രം. CPM-ന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നാണ് മുഖപത്രമായ വീക്ഷണം പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചാണ് മുഖപ്രസംഗത്തിൽ ലേഖനമുള്ളത്. രാഹുലിനെ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി തള്ളിപ്പറയുമ്പോഴും മുഖപത്രം പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF-നെയും BJP-യെയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതായിരുന്നു രാഹുൽ ചെയ്ത കുറ്റമെന്നും കോൺഗ്രസ് പത്രം വാദിക്കുന്നു. രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ഒരുപറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നുവരുന്നത് CPM-ന് ഭീതി പടർത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ സർഗാത്മകതയും പ്രതിജ്ഞാശേഷിയുമുള്ള ചെറുപ്പക്കാർ വളർന്നു വന്നാൽ അത് CPM-നെ ഗോത്രഹത്യയിലേക്ക് എടുത്തെറിയുമെന്ന് CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപവാദങ്ങളിൽ പതറാതെയും വ്യക്തിഹത്യകളിൽ തളരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. അതേസമയം പത്രത്തിന് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. പക്ഷേ പാർട്ടി നയത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ലെന്നും അങ്ങനെ ഉണ്ടായെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത് CPM-നെ കുറിച്ചാണെന്നും മുരളീധരൻ പറഞ്ഞു. പത്രത്തിന് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം പാർട്ടി എപ്പോഴും നൽകിയിട്ടുണ്ട്. പത്രത്തിന്റെ മേലെ പാർട്ടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് എഴുതാനും പാടില്ല. അങ്ങനെ എഴുതിയാൽ തിരുത്തേണ്ട സ്ഥലത്ത് പാർട്ടി തിരുത്തും. ഇവിടെ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത് CPM-നെയും LDF-നെയും ഉദ്ദേശിച്ചാണ്. ലൈംഗിക പീഡന ആരോപണത്തിൽ കോൺഗ്രസ് നേരത്തെ തന്നെ രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. VD സതീശനും K മുരളീധരനും അടക്കമുള്ള നേതാക്കൾ രാഹുലിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് സംരക്ഷണ കവചമൊരുക്കിക്കൊണ്ടുള്ള പാർട്ടി മുഖപത്രത്തിലെ മുഖപ്രസംഗം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വീക്ഷണത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുള്ള മുഖപ്രസംഗത്തെക്കുറിച്ച് അത് എഴുതിയവരോട് ചോദിക്കണമെന്ന് VD സതീശൻ പറഞ്ഞു. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു. ദീർഘനാളായി ക്യാൻസർ ബാധിതയായി ചികിത്സയിലായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ N സുബ്രഹ്മണ്യനെ 8472 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാനത്തിൽ ജമീല നിയമസഭയിലേക്ക് എത്തിയത്. മുൻപ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജമീല ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്.
സൗരവികിരണം കാരണം A320 ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ ഫ്ലൈറ്റ് കൺട്രോൾ ഡേറ്റയ്ക്ക് തകരാർ സംഭവിക്കാമെന്ന് എയർബസിന്റെ സുരക്ഷാ മുന്നറിയിപ്പ്. A320 മോഡൽ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളിൽ സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ ഉടൻ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എയർബസ് അടിയന്തര നിർദ്ദേശം നൽകി. വിമാന സർവീസുകൾ തടസ്സപ്പെട്ടേക്കാമെന്ന് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ അറിയിച്ചു. അതിതീവ്ര സൗരവികിരണം ഫ്ലൈറ്റ് കൺട്രോൾ സംബന്ധിച്ച നിർണായക ഡേറ്റയെ ബാധിക്കാനിടയുണ്ടെന്നാണ് വിലയിരുത്തൽ. എയർബസ് A320 വിഭാഗത്തിൽപ്പെട്ട ഒട്ടേറെ വിമാനങ്ങളിൽ സോഫ്റ്റ്വെയർ മാറ്റങ്ങൾ നിർബന്ധമാക്കിയെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ എയർലൈൻസുകളായ ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ പ്രവർത്തിപ്പിക്കുന്ന നിരവധി വിമാനങ്ങളെ തീരുമാനം ബാധിക്കും. സോഫ്റ്റ്വെയർ അപ്ഡേഷനായി വിമാനങ്ങൾ നിശ്ചിത സമയത്തേക്ക് നിലത്തിറക്കേണ്ടി വരുന്നതിനാൽ സർവീസുകളിൽ തടസ്സം നേരിട്ടേക്കുമെന്നും സൂചനയുണ്ട്. ചില വിമാനങ്ങൾ വൈകാനോ റദ്ദാക്കാനോ ഇടയുണ്ടെന്ന് ഇന്ത്യൻ എയർലൈൻസ് അറിയിച്ചു. ഇൻഡിഗോയുടെ 350 വിമാനങ്ങളും എയർ ഇന്ത്യയുടെ 120 വിമാനങ്ങളും A320 ശ്രേണിയിൽപ്പെട്ടതാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിനും 40 വിമാനങ്ങളുണ്ട്. എത്ര സർവീസുകളെ പ്രശ്നം ബാധിക്കുമെന്ന് നിലവിൽ വ്യക്തമല്ല. ആഗോളതലത്തിൽ 6000 വിമാനങ്ങളെ ബാധിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ എയർബസ് ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പല വിമാനങ്ങൾക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാണ്. എന്നാൽ 900ഓളം പഴയ വിമാനങ്ങളിൽ കമ്പ്യൂട്ടർ അടക്കം ഹാർഡ്വെയർ മാറ്റേണ്ടി വരും. ന്യൂസ് ഡെസ്ക് അമൃത TV. ലോകമെമ്പാടുമുള്ള എയർബസ് A320 വിമാനങ്ങൾക്ക് പുറപ്പെടുവിച്ച ആഗോള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കുവൈറ്റ് എയർവേസിന്റെ A320 മോഡൽ വിമാന സർവീസുകൾ വൈകിയേക്കുമെന്ന് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അധികൃതർ അറിയിച്ചു. യൂറോപ്യൻ വിമാന നിർമ്മാതാക്കളായ എയർബസ് ആണ് തങ്ങൾ വ്യാപകമായി നിർമ്മിക്കുന്ന A320 വിഭാഗത്തിലെ 6000 വിമാനങ്ങളുടെ അടിയന്തര അറ്റകുറ്റപ്പണികൾക്ക് ഉത്തരവിട്ടത്. സൗദിയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈൻസിൽ ടിക്കറ്റ് എടുത്ത് യാത്രയ്ക്കായി കാത്തിരിക്കുന്നവർ തങ്ങളുടെ കോൺടാക്ട് വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് സൗദി ആവശ്യപ്പെട്ടു. ലോകമെമ്പാടുമുള്ള എയർബസ് A320 വിമാനങ്ങൾക്ക് പുറപ്പെടുവിച്ച ആഗോള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൗദി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിമാന സർവീസ് മാറ്റിവെക്കുകയാണെങ്കിൽ യാത്രക്കാരുമായി നേരിട്ട് ബന്ധപ്പെടുമെന്നും ഫോൺ, ഇമെയിൽ വിവരങ്ങൾ നിരീക്ഷിക്കണമെന്നും സൗദി ആവശ്യപ്പെട്ടു. റിയാദിലെ ജയിലിൽ മോചനം കാത്തു കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിൻ്റെ കേസ് ഫയൽ ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലേക്ക് നീങ്ങിയതായി വിവരങ്ങൾ വരുന്നു. ഫയൽ അയച്ചതായുള്ള വിവരം അഭിഭാഷകർക്കും ഇന്ത്യൻ എംബസിക്കും പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തൂറിനും ലഭിച്ചതായി റിയാദിലെ അബ്ദുറഹീം നിയമസഹായ സമിതി അറിയിച്ചു. ദയാധനം നൽകുകയും 19 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ശിക്ഷയിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്ന് അഭിഭാഷകരായ അഡ്വക്കേറ്റ് റെന, അബു ഫൈസൽ എന്നിവർ മുഖേന നിയമസഹായ സമിതി റിയാദ് ഗവർണർക്ക് ഇതിനകം അപേക്ഷ സമർപ്പിച്ചിരുന്നു. വിധി പ്രകാരം ശിക്ഷാ കാലയളവായ 20 വർഷം അടുത്ത വർഷം മെയ് 20-നാണ് പൂർത്തിയാവുക. മിഷൻ 2025 കോൺഗ്രസ് 2024 പ്രഖ്യാപിച്ച ദൗത്യമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പും മുൻനിർത്തി മികച്ച പ്രവർത്തനങ്ങൾ നടത്തി. കോൺഗ്രസിലും UDF-ലും ഉള്ള ഐക്യം പ്രതീക്ഷ നൽകുന്നുണ്ട്. 2 തരം വിഷയങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. CPM സർക്കാരിന്റെ തെറ്റായ നയങ്ങളും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുമാണ് UDF ജനങ്ങളോട് പറയുന്നതെന്നും സണ്ണി ജോസഫ് തൃശ്ശൂരിൽ നടന്ന മീറ്റ് ദ പ്രസിൽ പറഞ്ഞു. 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെട്ടതായി കോൺഗ്രസ്. കിഴക്കമ്പലത്ത് 19.14 കോടി രൂപയാണ് നഷ്ടമായതെന്ന് ബെന്നി ബെഹനാൻ MP ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളെ പഞ്ചായത്തിന്റെ നീക്കിയിരിപ്പ് തുകയായി 2020 തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിഷ്ക്രിയത്വം കൊണ്ട് കോടിക്കണക്കിന് രൂപ ലാപ്സായി പോയി എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. 10 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടും കോൺഗ്രസ് ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്നു. കിഴക്കമ്പലം പഞ്ചായത്തിൽ 10 വർഷം കൊണ്ട് 19.14 കോടി രൂപയാണ് നഷ്ടപ്പെടുത്തിയത്. കുന്നത്തുനാട് പഞ്ചായത്തിൽ 5 വർഷം കൊണ്ട് 8.9 കോടി രൂപ നഷ്ടമായി. മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് വിവിധ പദ്ധതികൾക്കായി ചെലവാക്കേണ്ടിയിരുന്ന 13 കോടിയോളം രൂപ നഷ്ടപ്പെട്ടു. സമാന രീതിയിൽ ഐക്കർനാട് ഗ്രാമപഞ്ചായത്തിൽ നഷ്ടമായത് 2.5 കോടി രൂപയാണ്. 4 വർഷം കൊണ്ടാണ് ഇതെന്നും ബെന്നി ബെഹനാൻ MP വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളെ പഞ്ചായത്തിന്റെ നീക്കിയിരിപ്പ് തുകയായി 2020 തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. സമയബന്ധിതമായി ചെലവഴിക്കാത്ത കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ
പഞ്ചായത്തിൽ നീക്കിയിരിപ്പ് തുകയായിട്ടാണ് 2020 കാണിച്ചിരുന്നത്. തന്നെ അവർ ചെലവാക്കിയിട്ടില്ല, കഴിഞ്ഞ വർഷം ചെലവാക്കിയിട്ടില്ല. 45 കോടി രൂപയുടെ പദ്ധതികൾ ഇപ്പോഴും അവിടെ ഓൺഗോയിങ് പദ്ധതിയായിട്ട് നടക്കുമ്പോൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഒന്ന് ലാപ്സാക്കി കളഞ്ഞു. ഇനി ലാപ്സാക്കി കളയുക മാത്രമല്ല, നമ്മുടെ തനത് ഫണ്ടിൽ നിന്നും ഓൺഗോയിങ് പദ്ധതിയിലേക്ക് കൊടുക്കേണ്ട തുക പോലും കൊടുക്കാതെ ഇത് പ്രോഫിറ്റായിട്ട് കാണിക്കുക. വിവിധ പദ്ധതികൾ പാതി വഴിയിലാണ്. തനത് ഫണ്ട് ഇതിനായി ഉപയോഗിക്കേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അമൃത ന്യൂസ്, കൊച്ചി. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്കിൽ കുറവ്. രാവിലെ ഉണ്ടായ ഭക്തരുടെ തിരക്ക് ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞു. രാത്രി 9 മണി വരെ 65,000-ഓളം ഭക്തരാണ് ദർശനം നടത്തിയത്. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് ഇന്നും 5,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചത്. ക്യൂ ബുക്കിംഗ് പൂർണ്ണമായിരുന്നുവെങ്കിലും ബുക്കിംഗ് നടത്തിയവർ ദർശനത്തിന് എത്തിയിട്ടില്ല എന്നാണ് കണക്കാക്കുന്നത്. മണ്ഡലപൂജ വരെ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് ഇനി സ്ലോട്ടുകൾ ലഭ്യമല്ലാത്ത സ്ഥിതിയാണ് ഉള്ളത്. തിരക്ക് കണക്കിലെടുത്ത് രാവിലെ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഇത് പൂർണ്ണമായും മാറ്റി. തുടർന്ന് എല്ലാവർക്കും സുഖദർശനമാണ് ലഭിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പൂർണ്ണ ഉത്തരവാദിത്വം എ പത്മകുമാറിന് തന്നെയെന്ന് ആവർത്തിച്ച് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴി. പാളികൾ കൊടുത്തുവിടാൻ തീരുമാനമെടുത്തതും ഇടപെടൽ നടത്തിയതും പത്മകുമാർ മാത്രമെന്നും അംഗങ്ങൾ മൊഴി നൽകി. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പത്മകുമാറിന്റെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴിയിലാണ് പ്രസിഡന്റായ എ പത്മകുമാർ കൂടുതൽ കുരുക്കിലാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളി കൊടുത്തുവിടാൻ തീരുമാനമെടുത്തതും ആദ്യ അവസാനം വരെ ഇടപെടൽ നടത്തിയതും പത്മകുമാർ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട ബോർഡിലെ മറ്റുള്ളവർക്ക് യാതൊന്നും അറിയില്ല എന്നാണ് അംഗങ്ങളായിരുന്ന ശങ്കർദാസും കെ രാഘവനും ആവർത്തിച്ച് മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം പത്മകുമാർ ആകട്ടെ ഉദ്യോഗസ്ഥ തലത്തിലെടുത്ത തീരുമാനം നടപ്പാക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എൻ വാസുവുമാണ് ഇതിനു പിന്നിലുള്ളതെന്നുമാണ് ആവർത്തിക്കുന്നത്. താൻ പ്രസിഡന്റാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയുമായും ഏറ്റവും അടുത്ത ബന്ധമാണുണ്ടായിരുന്നതെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിരോധിക്കുന്നത്. അതിനിടെ അന്വേഷണ സംഘമാകട്ടെ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമാക്കുന്നു. ബാങ്ക് രേഖകളും ഇടപാടുകളും പരിശോധിച്ചു. ചില നിർണായക രേഖകൾ കണ്ടെത്തിയതായും സൂചനയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ സമ്പൂർണ്ണ തോൽവിക്ക് പിന്നാലെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് നാളെ റാഞ്ചിയിൽ തുടക്കം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ കെ.എൽ. രാഹുലാണ് ക്യാപ്റ്റൻ. മുതിർന്ന താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിന്റെ ഭാഗമാണ്. ഗില്ലിനു പകരം ഓപ്പണിംഗിൽ രോഹിത്തിന്റെ പങ്കാളിയായി ജയ്സ്വാൾ കളിക്കും. ഋതുരാജ് ഗെയ്ക്വാദും രംഗത്തുണ്ട്. ടെംബാവുവെയാണ് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ. ക്വിന്റൻ ടി കോക്കും ടീമിലുണ്ട്. 2ാം മത്സരം ഡിസംബർ 3-നും 3ാമത്തേത് 6-നുമാണ് നടക്കുക. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.